ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്ത്. അത്യാധുനിക ശാസ്ത്രീയ പരിശോധന അനിവാര്യമെന്ന് ഹൈക്കോടതി. പരിശോധനയ്ക്ക് 36 സാമ്പിളുകളാണ് ശേഖരിച്ചത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലാണ് പരിശോധന. മാർച്ച് 31 മുൻപ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് SIT അറിയിച്ചു. സ്വമേധയാ എടുത്ത ഹർജി ഹൈക്കോടതി മാർച്ച് 26 മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SIT സ്വർണ്ണക്കവർച്ചാ കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. അത്യാധുനിക ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. 36 സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇങ്ങനൊരു ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്? അമൽ, ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ മാർച്ച് 31-നകം തന്നെ അന്തിമ റിപ്പോർട്ട് ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് SIT സംഘം ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്ന് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്കായിരിക്കും മാർച്ച് 31 മുൻപ് ഈ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ, അതായത് ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും ഇന്ന് അന്വേഷണ പുരോഗതി SIT സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അനിവാര്യമാണ് ശാസ്ത്രീയ പരിശോധന എന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. നേരത്തെ VSSCയിലേക്ക് സാമ്പിളുകൾ ശേഖരിച്ച് അയച്ചിരുന്നുവെങ്കിലും ആ പരിശോധനാ ഫലത്തിൽ ചില അവ്യക്തതകൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമതും ഈ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുള്ളത്. 36 സാമ്പിളുകൾ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ആ സാമ്പിളുകൾ ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ഫ്രീ ആയിട്ട് തന്നെ, സൗജന്യമായിട്ട് തന്നെ പരിശോധന നടത്താമെന്നാണ് ലബോറട്ടറി അധികൃതർ അറിയിച്ചതെന്നും SIT സംഘം ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇനിയുള്ളത് ഈ മൊബൈൽ സേവനദാതാക്കളിൽ നിന്ന് ചില കോൾ റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് വേണം, CDR രേഖകളടക്കം വേണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ BSNL ഉൾപ്പെടെയുള്ള മൊബൈൽ സേവനദാതാക്കളോട് അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് 2 വർഷത്തെ ഈ പറയുന്ന SIT സംഘം സമർപ്പിക്കുന്ന പ്രതികളുടെ 2 വർഷത്തെ ഫോൺ വിളി വിശദാംശങ്ങളാണ് മൊബൈൽ സേവനദാതാക്കൾ നൽകേണ്ടത്. ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ വിളി വിശദാംശങ്ങൾ അത് അനിവാര്യമാണ് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ മൊബൈൽ സേവനദാതാക്കൾ നൽകുന്ന CDR അടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് ബന്ധപ്പെട്ട കോടതിയിൽ SIT സംഘം സമർപ്പിക്കുക. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആ ക്രമക്കേടിൽ നേരത്തെ വിജിലൻസ് സംഘം കേസെടുത്തിരുന്നു. പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് വിജിലൻസ് ഡയറക്ടർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. DYSP ആയിട്ടുള്ള ഹരി CS-നാണ് അന്വേഷണ ചുമതല. 30 ദിവസത്തിനുള്ളിൽ തന്നെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉള്ള കേസ്, അതിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി ഇന്ന് നൽകിയിട്ടുണ്ട്. എന്തായാലും മാർച്ച് 26 ഈ സ്വമേധയാ ഫയൽ സ്വീകരിച്ചിട്ടുള്ള ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഈ സാമ്പിളുകൾ ശേഖരിച്ചതിന്റെ പരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ടാണ് SIT സംഘം ഇനി കാത്തിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ഈ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് ലാബ് അധികൃതർ SIT സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് 31 എന്നുള്ള ഒരു ഡേറ്റിലേക്ക്, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടുള്ള തീയതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ മാർച്ച് 31 ഉള്ളിൽ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് കൊല്ലത്തെ കോടതിയിൽ SIT സംഘം സമർപ്പിക്കും. എന്തായാലും ഇനിയുള്ളത് ജംഷഡ്പൂരിൽ നിന്ന് ലഭിക്കേണ്ട ലബോറട്ടറി റിപ്പോർട്ടാണ്. ഈ ശാസ്ത്രീയ പരിശോധന എന്ന് പറയുന്നത് 98-ൽ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികൾ, അതോടൊപ്പം തന്നെ 2019-17 കാലഘട്ടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിക്കൊണ്ടുവന്ന പാളികൾ, ഇവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഇനി നോക്കേണ്ടത്. കാരണം ഈ 98-ൽ UB ഗ്രൂപ്പ്, അതായത് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു കൊടുത്ത പാളികൾ അപ്പാടെ കൈമാറ്റം ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയതിനു ശേഷം പുതിയൊരു പാളി കൊണ്ടുവയ്ക്കുകയാണോ എന്നുള്ള കാര്യത്തിലാണ് സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമതൊരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഈ പാളികൾ 36 സാമ്പിളുകൾ ശേഖരിച്ച് അയച്ചിട്ടുള്ളത്. ആ ശാസ്ത്രീയ പരിശോധന
ഫലം കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ ഈ പ്രതിപട്ടികയിലുള്ള ആളുകളുടെ ടവർ ലൊക്കേഷൻ, അവർ ആരൊക്കെയാണ് ഈ 2 വർഷ കാലയളവിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്, ആശയവിനിമയം നടത്തിയിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ തന്നെ ഫോൺ വിളി വിശദാംശങ്ങളും മൊബൈൽ സേവനദാതാക്കളുടെ ഭാഗത്തു നിന്നും വാങ്ങിച്ചെടുത്തതിന് ശേഷം അതും തെളിവായിട്ട് ഈ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാകും ബന്ധപ്പെട്ട കോടതിയിൽ SIT സംഘം സമർപ്പിക്കുക. അമൽ, യെസ്, അത് തന്നെയാണ്. മൊബൈൽ കമ്പനികൾക്ക് അന്വേഷണത്തിന് സഹകരിക്കണമെന്നൊരു നിർദ്ദേശം അത് മാത്രമല്ല അത്യാധുനിക ശാസ്ത്രീയ പരിശോധന വേണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്.